കൂട്ടുകാരിൽ നിന്ന് ഇടുക്കി എന്ന മിടുമിടുക്കിയുടെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കുന്നത്. ഈ ട്രിപ്പ് വളരെ സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടിയാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പൊളി വൈബായിരുന്നു. ഇടുക്കി ഹിൽ വ്യൂ പാർക്കിലെ കാഴ്ചകളാണ് ആദ്യം കാണുന്നത്. നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ എയിം ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊരു പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാം, അതുപോലെ തന്നെ ചെറുതോണി ബ്രിഡ്ജ്, നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിട്ടുള്ള ഒരു പാലം നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പാലമൊക്കെ ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹിൽ വ്യൂ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി നിന്ന ആ ഒരു പാലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. വളരെ കാമായിരുന്നു. അടുത്തത് കാൽവരി മൗണ്ടിലെ കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് ഇടുക്കിയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പ്രത്യേക സുഖമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. നല്ല കോടയുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമറയിലൊന്നും കാഴ്ചകൾ അത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഒത്തിരി ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ താഴത്തേക്ക് ഒരു ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് അവസാനിക്കുന്നത് നദിയിലാണ്. പക്ഷെ നല്ല മഴയായതുകൊണ്ട് ഞാൻ അത്ര അഡ്വഞ്ചറായിട്ടൊന്നും ചിന്തിച്ചില്ല. ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ നിന്നുള്ളൂ. കാരണം നല്ല വഴുക്കലുണ്ടായിരുന്നു. അടുത്തത് കല്ലാറ്റുപാറ വാട്ടർഫോൾസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും പോവില്ല. അതുപോലെ ഭംഗിയുള്ളൊരു പ്ലേസാണ് കേട്ടോ. കണ്ണെടുക്കാൻ നമുക്ക് തോന്നില്ല സത്യത്തിൽ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ കൂടെ വന്നവരൊക്കെ കുളിച്ചു അർമാദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഒരു പൊളി വൈബായിരുന്നു കേട്ടോ. ഒരു ഹിഡൻ സ്പോട്ടായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. കാരണം ഗൂഗിൾ മാപ്പിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ലാലേട്ടൻ പറഞ്ഞതുപോലെ ചോദിച്ചായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങോട്ടേക്കുള്ള യാത്ര തന്നെ അഡ്വഞ്ചർ ആയിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയായിരുന്നു. അത് തന്നെ പൊളിയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അങ്ങോട്ടേക്കുള്ള യാത്ര ഞങ്ങൾ സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നത്. അടുത്തത് അഞ്ചുരുളിയിലെ വിശേഷങ്ങളാണ്. ഞാൻ ഈ ഒരു പ്ലേസ് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. വേനൽക്കാലത്ത് നമുക്ക് ഇറങ്ങാനൊക്കെ സാധിക്കും കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടും ഞങ്ങൾ ചെന്നത് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ടും അതിനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും കാഴ്ച ഗംഭീരമായിരുന്നു. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ്